ഒളിച്ചിന്നി ചിന്നി വരും താരക പൂത്തിരി കത്തുന്നിത ഒരു പൊന്നോണം മിന്നിന്റെ കഴിഞ്ഞ മിന്നി മിന്നി പോണ്ടോറട്ടങ്ങി ഒരു പൊന്നോണം ആരിത് ലതാ മങ്കേഷ്കറ? എന്താണ് നിന്റെ ഇടുപ്പിലൊരു പൊതി മുളച്ചിരിക്കണേ? ഏതള്ളേ, എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. കുത്തിയെന്നുണ്ടല്ലോ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുത്. വെറുതെ പ്രോബ്ലംസ് ഉണ്ടാക്കാൻ വേണ്ടി. മക്കളെ, കള്ളാണെങ്കി ഒരു തുള്ളി താണെനിക്ക്. എന്താ ചേട്ടാ താമസിച്ചതോ? ഡോക്ടർ പോണം, നേഴ്സുമാര് പോണം, പിന്നെ നിന്റെ ഈ കൂട്ടുകാര് മുഴുവൻ ഉറങ്ങണം. എന്നിട്ട് വേണം എനിക്ക് കുന്തമായിട്ട് ഇങ്ങോട്ട് വരാൻ. നിനക്ക് വേണ്ടി കുറെ കാലമായടാ ഞാൻ ഈ ത്യാഗം ചെയ്യാൻ തുടങ്ങിയിട്ട്. കൊണ്ടുവരുന്ന മുഴുവനും ചേട്ടൻ തന്നെയല്ലേ കുടിക്കുന്നത്, പിന്നെന്തോന്ന് ത്യാഗം? ജ്യേഷ്ഠ, വീട്ടിൽ നിന്ന് അയച്ചു തന്ന കാശെല്ലാം തീർന്നു. ലക്ഷറി ആയിട്ട് പ്രാന്താശുപത്രി കഴിയണമെങ്കിലേ കാശ് വേണം. കാശില്ലാഞ്ഞിട്ടാണോ ചേട്ടന് ഭ്രാന്തില്ലാഞ്ഞേ? എനിക്ക് ഭ്രാന്തില്ലെന്ന് ആരാടാ പറഞ്ഞത്? തെണ്ടി. അതാരാ? മോനെ കൃഷ്ണ, നിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? ഭഗവാന്റെ സ്ഥിതിയല്ലേ, ആ അവസ്ഥ ആർക്കും പറയാൻ പറ്റത്തില്ല. അല്ല, ആർക്ക് പറയാൻ പറ്റും? അതല്ല ഞാൻ പറഞ്ഞ നിന്റെ സ്ഥിതിയെ പറ്റിയാ. എന്തറിയാവോ? ഞാൻ പറഞ്ഞുതരാം. കൊരങ്ങെന്ന് കേട്ടിട്ടുണ്ടോ? ഏട്ടാ, മങ്കി, ഭ്രാന്ത് പിടിച്ച മങ്കി അത് കള്ളും കുടിച്ചു. കള്ളു കുടിച്ച മങ്കിയുടെ വാലയിൽ ഒരു തേളും കുത്തി. അതാ ഇപ്പോഴത്തെ നിന്റെ അവസ്ഥ. ചേട്ടാ, ഒന്ന് മുറുക്കണമല്ലോ. നീ ആകെ കഴിഞ്ഞെടുക്കല്ലേ, ഞാൻ മുറുക്കി തരാം. അല്ല, നിക്ക് ബാക്കി കാശ്. എന്താ ഉറക്കം വന്നതാ? ഓ, ഇങ്ങനെയാണോ ദൈവമേ ഉറക്കം വരുന്നത്? എന്താ? അല്ല, ഞാൻ ചുമ്മാ ആർക്കും വലിഞ്ഞു കയറി വരാനുള്ളതല്ല ഈ ഓഫീസ്. ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു എക്സ്പോർട്ട് കമ്പനിയാണ്. ഫോൺ ചെയ്തോ കത്തെഴുതിയോ അനുവാദം ചോദിച്ചിട്ട് ഇതിനകത്ത് കാലെടുത്ത് കുത്താൻ പറ്റുമോ? മനസ്സിലായോ? എന്നെ മനസ്സിലായോ? ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കൂ. യു ക്യാൻ ഗോ എന്ന് വെച്ചാൽ താങ്കൾക്ക് തൽക്കാലം പോകാം. പോയില്ലെങ്കിലോ അറസ്റ്റ് ചെയ്യൂ. ഞാനേ ഇവിടെ കക്കാനും മോഷ്ടിക്കാനൊന്നും വന്നതല്ല, ആ കള്ള ചെകുത്താനെ കാണാൻ വന്നതാ. എന്നെ കണ്ടപ്പോ ഓടിയത് അവനാണെന്ന് എനിക്ക് സംശയമുണ്ട്. മാനേജർ രാജേന്ദ്രൻ സാറിനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ഇപ്പൊ ഇവിടെ ഇല്ല. കോയമ്പത്തൂരിൽ ഒരു കോൺഫറൻസിന് പോയിരിക്കുകയാണ്, നാളെ വരും. അതല്ല, ഇന്ന് തന്നെ കാണണം നിർബന്ധമുണ്ടെങ്കിൽ 10:30 കോയമ്പത്തൂർക്ക് ഒരു തീവണ്ടി ഉണ്ട്, അതിൽ കയറി പോവാം. 1:30 ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിലും കയറാം. എന്തു പറയുന്നു? ഒന്നും പറയണില്ല, എന്നാലും ഒരു ചെറിയ കാര്യം പറയണമെന്ന് ആഗ്രഹം ഉണ്ട് താനും. പറഞ്ഞോളൂ. ഇതിപ്പോ നിങ്ങളുടെ സ്ഥലമായി പോയില്ലേ, ഇതിനകത്ത് കയറി അവന് തപ്പാൻ നിവൃത്തില്ലാത്തോണ്ട് തൽക്കാലം ഞാൻ പോണു. അവൻ കോയമ്പത്തൂരോ റഷ്യയിലോ എവിടെ വേണമെങ്കിലും പോട്ടെ, എന്റെ വീട്ടുമുറ്റത്ത് മാത്രം അവനെ കാണരുത്. എന്തായി? ഏറ്റില്ല. അയ്യോ, നീ വേഷത്തിൽ ഓടിയത് അയാൾ കണ്ടമട്ടുണ്ട്. അപ്പോ ചതിച്ചോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? നീ ആ പെണ്ണിനെ അങ്ങ് മറന്നേളാ. അങ്ങനെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ ആഫീസിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചുകൂടായിരുന്നോ? അത് ശരിയാ, ആ ബുദ്ധി എനിക്ക് പോയില്ല. പക്ഷെ ശാരദേ, ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ഫ്ലാസ്കോ എടുത്തോണ്ട് പടിയിറങ്ങി വന്നത് അവൻ തന്നെയാ, ഒരു സംശയമില്ല. എനിക്കൊട്ടും വിശ്വാസമില്ല. MA വരെ പഠിച്ച ഒരുത്തൻ പിയൂണായിട്ട് ജോലി ചെയ്യേ. നിങ്ങക്ക് ആള് തെറ്റിയതാ. അല്ലെങ്കിൽ രാജേട്ടൻ നുണ പറയുന്ന കൂട്ടത്തിലല്ലെന്നേ. കേറിപ്പൊടിയകത്ത് ആണുങ്ങൾ സംസാരിക്കുന്നത് നിനക്കെന്താ കാര്യം? ഞാൻ പെണ്ണാ. ഓ, എനിക്കത് അറിയില്ലായിരുന്നു. ഓടി. ഞങ്ങളുടെ തറവാട്ടുകാർ ഇന്ന് വരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഇപ്പോഴും സംശയം ഉണ്ടെങ്കിൽ അവന്റെ ആഫീസിൽ ഒന്നും കൂടി പോവാം. നിങ്ങൾ തനിച്ചല്ല, ഞാൻ കൂടി വരാം. സത്യം എന്താണെന്നൊന്നും അറിയണമല്ലോ. അത് അറിയാനൊന്നും ഇല്ലടി.
നിനക്ക് അവനെ പ്യൂണായിട്ട് നേരിട്ട് കാണണമെങ്കിൽ നമുക്ക് പോവാം. അടുത്ത തിങ്കളാഴ്ച ആയിക്കോട്ടെ. എന്താ? ഓ ശരി. ആ. കോയമ്പത്തൂർ ഭയങ്കര വെള്ളപ്പൊക്കം. പാലക്കാട്ട് വണ്ടികളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക. കോൺഫറൻസ് നടന്നില്ല. ഓഫീസിലെത്തിയപ്പോ അമ്മാവൻ വന്നെന്ന് പറഞ്ഞു. എന്താ വിശേഷം അമ്മാവ? ഫ്ലാസ്കും എടുത്ത് ചായ വാങ്ങിക്കാൻ പോകുമ്പോ എന്നെ കണ്ടോടി. അത് നീയായിരുന്നില്ല എന്ന് ഒന്നുകൂടെ ബോധ്യപ്പെടുത്താൻ ഇങ്ങോട്ട് പോന്നു. അതല്ലേ ശരി? ഫ്ലാസ്കോ? ഓടിയെന്നോ? അമ്മാവൻ എന്തൊക്കെയായി പറയുന്നത്? അമ്മാവ, സത്യത്തിന്റെ മുഖം സ്വർണ്ണപാത്രം കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. ഇതേത് നാടകത്തിലെ ഡയലോഗാ? നിങ്ങൾ എന്തിനാ വെറുതെ തർക്കിക്കാൻ നിൽക്കുന്നേ? നമ്മൾ എന്തായാലും തിങ്കളാഴ്ച അങ്ങോട്ട്. നീ വന്നേ. എങ്ങോട്ടാ? അമ്മാവൻ എന്നെ വിളിച്ചില്ലേ? വിളിച്ചില്ല. എന്താ? നീ എന്ത് മരമണ്ടിയാ? ആ. നമ്മൾ തിങ്കളാഴ്ച ഓഫീസിൽ ചെല്ലുമെന്ന് പറഞ്ഞാൽ അവൻ അന്നും കോയമ്പത്തൂർക്ക് പോകും. അപ്പൊ പ്യൂൺ വേഷത്തിൽ നിനക്ക് അവനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അക്കാര്യം മിണ്ടിപ്പോവരുത്. കേട്ടോ രാജേന്ദ്ര, തിങ്കളാഴ്ച ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല, ഇവിടെ തന്നെ കാണും. അപ്പൊ ഞാൻ തിങ്കളാഴ്ച വരാല്ലേ? എന്തിന്? നിങ്ങൾ ഇവിടെ തന്നെ കാണുമെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി അന്ന് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുമെന്ന്. എന്ത് തീരുമാനം? എന്റെയും രാധികയുടെയും കാര്യത്തിൽ. ഇറങ്ങടാ വീട്ടിൽ നിന്ന്. ഇറങ്ങാൻ. ഐ, നിങ്ങൾ എന്താ ഈ പറയുന്നത്? സാധാരണ സിനിമയിലും നാടകത്തിലും ഒക്കെ ഇത്തരം ദുഷ്ട കഥാപാത്രങ്ങൾ അവസാനം പാമ്പ് കടിച്ചോ ലോറി ഏറിയോ മരിക്കും. അങ്ങനെ ഒരു ദുരന്തം എന്റെ അമ്മാവനുണ്ടാവരുമെന്നാണ് എന്റെ ആഗ്രഹം. ഇടിച്ച് നിന്നെ ഞാൻ മേലാൽ ഈ വീട്ടുമുറ്റത്ത് കയറിപ്പോയാൽ നിന്നെ ഞാൻ കൂലിക്ക് ആളെ വെച്ച് എന്നാ തല്ലിപ്പിക്കും. കൂലി ഞാൻ ആളെ കൊണ്ടുവരാം. ഇങ്ങോട്ട് വരാൻ അയ്യോ, രണ്ട് കൊടുത്തിട്ട് പറയണം. ഓ പിന്നെ തല്ലും. എന്നെ പേടിപ്പിക്കാൻ നോക്കല്ലേ. രാജേട്ടാ ഒന്ന് നിന്നേ. നീയായിരുന്നു. ബ്രേക്കും പുല്ലും ഒന്നും നിന്നോളൂ. രാവിലെ ചാവ എന്റെ സൈക്കിളെ കിട്ടിയുള്ള സ്വാമി. അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ. ഇതെന്തൊരു സ്വാമി താങ്ങി പിടിച്ചോണ്ട് പോണത്? വിൽക്കാൻ തന്നെ. അല്ല, ശങ്കറിന് തരാനാ. ഒരു ഉരുളിയ അപ്പൊ വിൽക്കാം. ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ? എന്തായാലും സൈക്കിളിന്റെ പിറകെ കയറ്റി വെക്കാം. പേരക്കമ്പഴം വാങ്ങിക്കാം. ശങ്കര 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 പാട്ട് കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി എടുത്തോണ്ട് വന്നേ. ശങ്കരന് എന്നെ ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? സഹായിച്ച് മുടിഞ്ഞ്. രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കൂടെ കറക്കും. അതെനിക്ക് പണ്ടേ അറിയാം. സ്വാമി, അങ്ങേലെ മുത്തി മുക്കിലിരിക്കണ കണ്ടിട്ട് ഇങ്ങേലെ മുത്തിയും മുക്കിലിരിക്കണ കാണണമെന്ന് പറഞ്ഞ വലിയ പാടാണ്. കഴിപ്പണം കേട്ട ഇടപാട്. ശങ്കറിന് ഇനിയും ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. വഴിയുണ്ട്, പക്ഷെ അതിന് ഈ ചിരട്ടയൊന്നും പോരാ. വീട്ടിൽ വലിയ വാർപ്പൊന്നും ഇരിപ്പില്ലേ? സ്വാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട. കിളവില്ലാത്ത സമയത്ത് ഞാൻ ചവന്ന് മാറ്റാം. വന്നോളൂ. പക്ഷെ വീട്ടിൽ വാർപ്പില്ല, ഉണ്ടാവേ ഉള്ളൂ. ഉണ്ടാവും. എന്നാ കേട്ടോ, നടന്നോ. ജോവിനി ബസ്സിനകത്ത് നിൽക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി 5-6 റൗഡികൾ അവളെ കമാൻഡ് അടിക്കും. സ്വാമി ഡൈവ് ചെയ്ത് അവരുടെ ഇടയിൽ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി ചറപറാൻ 5-6 കൊടുത്ത് അവന്മാരെ ഒതുക്കുന്നു. സ്വാമിയുടെ ഹീറോ വേഷം കണ്ട് അവള് ഇറങ്ങും. വില്ലൻ സുരേഷ് മേനോന്റെ കട്ട പോക. റൗഡികൾ എന്നെ തലില്ലേ, നോവില്ലേ? അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. താൻ സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല. അത് തന്നെ തനിക്ക് വിവരമില്ലാതായി പോയത്. റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി. വാച്ചാണ്.